വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. നമുക്കൊന്നു ചേർന്ന് വലിയ ആനന്ദത്തോടെ നമ്മുടെ കർത്താവിന് ഒരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏറെ ആനന്ദത്തോടെ ദൈവവചനത്തെ സ്വീകരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ഓരോ ശുശ്രൂഷയിലൂടെയും വെളിപ്പെടുന്ന അഭിഷേകത്തെ അധികമായ അളവിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യ അനുഭവത്തിൽ വളരുന്നവരായി നമ്മൾ മാറുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത്തരത്തിലുള്ള ആത്മീയ ശുശ്രൂഷകളെല്ലാം നമുക്കായി ഒരുക്കി നൽകുന്നത്. ഈ വലിയ ബോധ്യത്തോടെ വളരെ പ്രാർത്ഥനാപൂർവം ദൈവ സാന്നിധ്യത്തിന് തണലിൽ നമുക്കായിരിക്കാം. 84-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ആത്മനിറവോടെ പറയുകയാണ്, 12-ാം തിരുവചനത്തിൽ, സൈന്യങ്ങളുടെ കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ആരെല്ലാം കർത്താവിനെ ആശ്രയിക്കുന്നുവോ, ദൈവാശ്രയത്വത്തിൽ കൂടുതലായി ആഴപ്പെടുന്നുവോ, അപ്രകാരമുള്ള ജീവിതങ്ങളെല്ലാം ഭാഗ്യപ്പെട്ട ജീവിതങ്ങളാണെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. പ്രിയ സഹോദര സഹോദരി, കർത്താവിന്റെ ഈ വാക്കുകളിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇന്നേ ദിവസത്തെ സകല ശുശ്രൂഷകളിലൂടെ പരിശുദ്ധാത്മ നമുക്ക് നൽകുന്ന അഭിഷേകത്തെ ഏറ്റുവാങ്ങുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. വളരെ ആനന്ദത്തോടെ കർത്താവിന്റെ വചനത്തെ സ്വന്തമാക്കുവാനായി നമുക്ക് ആഗ്രഹിക്കാം. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പൊന്നുപിതാവേ, അവിടുത്തെ പ്രിയ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിലായിരുന്നു തിരുസഭയോടും സ്വർഗത്തോടും ചേർന്ന് നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുരാണമായ അനുതാപത്തിലേക്ക്, യഥാർത്ഥമായ ദൈവ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവേ ഓരോ ജീവിതങ്ങളെയും അങ്ങ് നയിക്കണമേ. അപ്പോസ്തലന്മാരെ നയിച്ചതുപോലെ, പ്രവാചകന്മാരെ നയിച്ചതുപോലെ, വിശുദ്ധാത്മാക്കളെ നയിച്ചതുപോലെ, ഇന്ന് തിരുസഭയെ നയിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ. ദൈവാനുഗ്രഹത്തിന് നിർച്ഛാലുകളായി ഓരോ ജീവിതങ്ങളും രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ചലിക്കണമേ, ചലിക്കണമേ, ഞങ്ങളെ മേൽ വ്യാപരിക്കണമേ. കരമടിച്ച് എല്ലാ ദൈവമക്കളും വലിയ ആനന്ദത്തോടെ ആത്മാവേ ഒന്ന് ചേർന്ന് അഗ്നിയായി നിറയണമേ. ചേർന്ന് പാടി. ആത്മാവേ അഗ്നിയായി നിറയണമേ. ഒരിക്കൽ കൂടെ എല്ലാവരും ആത്മാവേ ഓരോ മക്കളെ നിറയ്ക്കണമേ. അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേ, പാപത്തിൻ ശക്തിമേ നിന്നെ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേ നിന്നെ അഗ്നിയയക്കൂ. ശാപത്തിൻ ശക്തിമേ നിന്നെ അഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ കരമടിച്ച് ആത്മാവേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. ദാഹത്തോടെ പാടാം. ആത്മാവേ സ്നേഹമായി നിറയണമേ, സ്നേഹമായി നിറയണമേ. ആത്മാവേ, കർത്താവേ, സൗഖ്യമായി സൗഖ്യമായി നിറയണമേ. ആത്മാവേ, ആത്മാവേ ജീവനായി ജീവനായി നിറയണമേ. കരമടിച്ച് ആത്മാവേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. അഗ്നിയായി നിറയണമേ. ഈ അഭിഷേകത്തിൽ ആഗ്രഹിച്ച് ആത്മാവേ ആഴമായ അനുതാപം, അഗ്നിയായി യഥാർത്ഥമായ മാനസാന്തരത്തിന്റെ കൃപകൾ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയുടെ പൂർണ്ണമായ കർത്തൃത്വം അവർ ഏറ്റെടുക്കണമേ. യഥാർത്ഥമായ ആ ദൈവിക അനുഭവത്തിലേക്ക്, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക്, യേശു ക്രിസ്തുവാകുന്ന ആ ഏക സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിതങ്ങളിലുള്ള പാപക്കെട്ടുകൾ അഴിയട്ടെ, എല്ലാ മുഖങ്ങളും ഒടിയട്ടെ. യഥാർത്ഥമായ ദൈവ സാന്നിധ്യത്താൽ ഓരോ ജീവിതങ്ങളും നിറയട്ടെ. സ്പിരിറ്റ് മൂവ് ഓരോ ഉള്ളങ്ങളിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും ഈ സമയം കടന്നു ചെല്ലണമേ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കേ.
ഇതാ കൃപാവരങ്ങളാൽ, ദൈവ സാന്നിധ്യത്താൽ, ദൈവശക്തിയാൽ, യഥാർത്ഥമായ ദൈവ അനുഭവത്താൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നു. Fill Holy Spirit. Glory, glory, glory. Hallelujah, 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 hallelujah. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. യേശുനാമത്തിൽ, 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 യേശുനാമത്തിൽ. പരിശുദ്ധമേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്വർഗം നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് ഏറെ ആനന്ദത്തോടെ ദൈവവചനത്തെ നമുക്ക് സ്വീകരിക്കാം. ലൂക്കാസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1-ാം തിരുവചനം. ഇന്നേ ദിവസം ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്, യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അതിപ്രാധാന്യമേറിയ ഒരു ദൈവിക ആലോചനയാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നത്. ഇവിടെ വചനം പറയുകയാണ്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. വചനം പറയുന്നു, യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. പ്രിയ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകത്തിലേക്ക് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മെ സൗഖ്യത്തിലേക്ക് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ കൃപാവരങ്ങളിലേക്ക് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മെ അത്ഭുത അടയാളങ്ങളിലേക്ക് മാത്രമല്ല. ഈ വചനഭാഗം വായിച്ചപ്പോൾ ഞാൻ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ ആത്മാവ് നമ്മൾ എങ്ങോട്ട് നയിക്കും? മരുഭൂമിയിലേക്ക് നയിക്കും. നമുക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ് എന്ത്? മരുഭൂമി. മരുഭൂമി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എന്താണ് മരുഭൂമിയുടെ പ്രത്യേകത? ചുട്ടുപൊള്ളുന്ന അവസ്ഥയാ, ഭയങ്കരമായ ചൂടാണ്, ചൂടുകാറ്റടിക്കുകയാ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യം, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല, മാരകമായ വിഷപ്പാമ്പുകള്, എല്ലാം പ്രതികൂലമാണ്, സകലതും പ്രതികൂലമാണ്. ഈ മരുഭൂമി അനുഭവം ഒട്ടുമിക്ക ദൈവമക്കളും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. എന്നാൽ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിയെയും എങ്ങോട്ട് നയിക്കുന്നു? മരുഭൂമിയിലേക്ക് നയിക്കുന്നു. എന്തിനാ? നമ്മളവിടെ തകർന്നു വീഴാനാണോ? നമ്മളവിടെ തകർന്നു പോകാനാണോ? നമ്മൾ നശിച്ചു പോകാനാണോ? അല്ല, നമ്മൾ ശക്തി പ്രാപിക്കുവാൻ, നമ്മൾ ബലമുള്ളവരായി മാറുവാൻ, നമ്മൾ യേശു ക്രിസ്തുവിന്റെ പക്വതയിലേക്ക് വളരുവാനാണ് നമ്മുടെ ജീവിതങ്ങളെ ഇപ്രകാരം പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 4:14 വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ആ മരുഭൂമിയിലെ പരീക്ഷയിൽ നമുക്കറിയാം, 40 ദിനരാത്രങ്ങൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ ഈ മരുഭൂമി അനുഭവത്തിന് ശേഷം എന്താ സംഭവിച്ചത്? 4:14 കാണാൻ പറ്റും, യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലായിലേക്ക് മടങ്ങിപ്പോയി. ആത്മാവിന്റെ ശക്തിയോടുകൂടെ. കണ്ടോ ദൈവമക്കളെ, നമ്മളെ ശക്തിപ്പെടുത്തുവാനും നമ്മളെ ബലമുള്ളവരാക്കി മാറ്റുവാനും നമ്മളെ യഥാർത്ഥമായ പക്വതയിലേക്ക് വളർത്തുവാനുമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മരുഭൂമി അനുഭവം നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ അനുഭവിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അനേകര് ഇപ്രകാരം അനുഭവങ്ങളിൽ കടന്നു പോകുന്നതായി ദൈവാത്മാവ് എന്റെ ആത്മാവിലേക്ക് പകർന്നു തരികയാണ്. ഒരുപാട് തകർച്ചകളിലൂടെ, ഒരുപാട് കഷ്ടങ്ങളിലൂടെ, ഒരുപാട് സഹനങ്ങളിലൂടെ, ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളെ ഈ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരും അസ്വസ്ഥരാകേണ്ട, നിരാശരാകേണ്ട. മരുഭൂമിയിൽ നമ്മൾ തനിച്ചല്ല. ആരുണ്ട്? പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. യേശു തനിച്ചായിരുന്നില്ല. പിതാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണമായ നടത്തിപ്പ് യേശുവിനുണ്ടായിരുന്നു. ഈ ബോധ്യം നമുക്കുണ്ടാകണം. ഇത് നമ്മൾ അകത്ത് കയറണം. ഏത്? നമ്മൾ തനിച്ചല്ല, സ്വർഗം നമ്മുടെ കൂടെയുണ്ട്, യേശു നമ്മുടെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്.
അതുകൊണ്ട് സങ്കീർത്തകനായ ദാവീദ് പറഞ്ഞത് 23-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു തിരുവചനമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഈ വചനം അറിയാം. എന്താ അവിടെ ദാവീദ് പറയുന്നത്? മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങ് എന്റെ കൂടെയുള്ളതിനാൽ. ചിന്തിച്ചു നോക്കിയേ, അവൻ രാജാവായിരുന്നു, രാജപദവി ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു, ആളുകളുടെ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ ദാവീദ് പറഞ്ഞത്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടക്കുമ്പോൾ എന്റെ രാജപദവി കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല എന്നല്ല. എന്റെ ആളുകൾ, അവിടെ സ്വാധീനം, അവിടെ കഴിവുകൾ, എന്റെ സമ്പത്ത് എനിക്ക് കൂട്ടിനുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നല്ല. അങ്ങ് എന്റെ കൂടെയുള്ളതിനാൽ. ആര്? കർത്താവിന്റെ സാന്നിധ്യം എന്റെ കൂടെയുള്ള. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, മരണത്തിന്റെ നിലവീണ താഴ്വര എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, അടുത്ത കാലെടുത്ത് വെക്കുന്ന മരണത്തിലേക്കാ. എപ്പോൾ വേണമെങ്കിൽ മരണം സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിൽ എന്തും സംഭവിക്കാം. പക്ഷെ ദാവീദ് അസ്വസ്ഥനായില്ല, ദാവീദ് നിരാശപ്പെട്ടില്ല. കാരണം എപ്പോഴും തന്റെ കൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ദാവീദ് തിരിച്ചറിഞ്ഞിരുന്നു. പ്രിയ സഹോദര സഹോദരി, നിന്റെ കൂടെ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നീ വേണ്ട വിധം തിരിച്ചറിയണം. നിന്നെ നിരന്തരം നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നീ തിരിച്ചറിയണം. നിന്നെ ഒരു പൊന്നുമോനായി ഉള്ളം കൈയിൽ താങ്ങി നിന്നെ പരിപാലിക്കുന്ന ദൈവപിതാവിന്റെ സാന്നിധ്യം നീ വേണ്ട വിധം തിരിച്ചറിയണം. വചനം പറയുന്നു, യേശുവിൻ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഈ മരുഭൂമി അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിന് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാനുണ്ട്, നമ്മളെ ബലപ്പെടുത്തുവാനാണ്. ഞാൻ ഇപ്പോൾ ഓർക്കുകയാ, 1999 ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുൻപ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇപ്രകാരം എന്റെ ആത്മാവിൽ ഇടപെടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്രകാരം അവൻ സംസാരിച്ചു, ഒരു പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക. ഈ സമയം പഠനത്തോടുകൂടിയും സുവിശേഷ വേല ചെയ്തിരുന്നു. എന്നാൽ പഠനത്തിന് ശേഷം ബിസിനസ്സിലോട്ട് കടന്നു. ആ ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇപ്രകാരം പറഞ്ഞു, ഒരു പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി നിന്റെ ജീവിതത്തെ കർത്താവിന് ഭരമേൽപ്പിക്കുക. ഈ വചനമാണ് എന്റെ ആത്മാവിലേക്ക് കർത്താവ് പകർന്നു നൽകിയത്. യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 13-ാം തിരുവചനം, എന്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഹോസിയ പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, 4-ാം അധ്യായം 6-ാം തിരുവചനം, അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുകയാണ്. ദൈവമക്കളെ ശ്രദ്ധിക്കുക, ഈ വചനം എന്റെ ഉള്ളിൽ ഒരു അഭിഷേകമായി കത്തി കത്തി പടരാൻ തുടങ്ങി. അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു, അതുകൊണ്ട് പൂർണ്ണ സമയം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. എന്റെ ബിസിനസ് ഉപേക്ഷിക്കുന്ന കാര്യം എന്റെ ആത്മീയ പിതാവുമായി ആലോചിച്ചു, എന്റെ കുടുംബത്തോട് പങ്കുവെച്ചു. അങ്ങനെ ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് ബിസിനസ് ഉപേക്ഷിച്ച് പൂർണ്ണ സമയം ദൈവവേലയ്ക്ക് വേണ്ടി ജീവിതമേൽപ്പിച്ചു. 1999 ഇത് സംഭവിച്ചത്. എന്നാൽ ബിസിനസ് ഉപേക്ഷിച്ച് മുഴുസമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? നാളുകൾ കഴിഞ്ഞു, അതുവരെ ഉണ്ടായിരുന്ന ശുശ്രൂഷ നഷ്ടപ്പെടുകയാണ്. ശുശ്രൂഷയുമില്ല, ബിസിനസ്സുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 3 വർഷക്കാലം കർത്താവ് ഒരേ ഇരുത്തി. യേശുവിനെ ആത്മാ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞതോണം ഒരു മരുഭൂമി അനുഭവത്തിലൂടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത വിധത്തിലുള്ള കഷ്ടതകളിലൂടെ, വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ, തെറ്റിദ്ധാരണകളിലൂടെ എല്ലാം കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചു. എന്നാൽ പ്രിയ ദൈവമക്കളെ, ആ സാഹചര്യങ്ങളെ ഓർത്ത് ഇന്ന് ഞാൻ കർത്താവിൽ ആനന്ദിക്കുകയാണ്. കാരണം ആ മരുഭൂമി അനുഭവമാണ് എന്റെ കർത്താവിനെ കൂടുതൽ അടുത്തറിയുവാനും അവന്റെ സ്നേഹത്തിന്റെ മാധുര്യം മനസ്സിലാക്കുവാനും അവന്റെ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറുകി ചെല്ലുവാനുമായി എന്നെ പ്രാപ്തനാക്കി മാറ്റിയത്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, 2002 ശേഷമാണ് പിന്നെ കർത്താവ് ശുശ്രൂഷകൾ ഏൽപ്പിച്ചത്. 3 വർഷക്കാലം ആ കിറേത്ത് നീർച്ചാലിനരികെ ഏലിയ പ്രവാചകനോട് ദൈവം ഒളിച്ചു താമസിക്കാൻ പറഞ്ഞതുപോലെ ഒരു ഒളിച്ചു താമസമായിരുന്നു. അനേകര് കളിയാക്കി, ഒരുപാട് പേര് പരിഹസിച്ചു, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു, പലപ്പോഴും അപമാനിതനായി
അനേകര് പറഞ്ഞു, ഇത്രയും നല്ല ബിസിനസ് ഉള്ളപ്പോൾ എന്തിനാ ബിസിനസ് ഉപേക്ഷിച്ച് ദൈവവേല ചെയ്ത് ബിസിനസ്സിന് കൂടെ ശുശ്രൂഷ ചെയ്താൽ മതിയായിരുന്നില്ലേ? പലരും കളിയാക്കി പുച്ഛിച്ചു. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഈ പരിഹാസങ്ങളിലൂടെ, ഈ തകർച്ചകളിലൂടെ, ഈ നിന്ദനങ്ങളിലുള്ള അപമാനങ്ങളിലൂടെ എല്ലാം കർത്താവ് വലിയ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഇതുപോലെ ഈ വിധമുള്ള അനുഭവങ്ങൾ കടന്നു പോകുന്ന അനേക മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ശുശ്രൂഷയിൽ ഈ സമയം കർത്താവ് നിങ്ങളുടെ വ്യക്തിപരമായി സംസാരിക്കുക. പ്രിയമുള്ളവരെ, ഹോശിയ പ്രവാചന പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 14-ാം തിരുവചനത്തിൽ, ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും, അവിടെ വെച്ച് അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക്, മരുഭൂമിയിലേക്ക് കൊണ്ടുവരും, അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഞാൻ അവളെ ബലപ്പെടുത്തും, ഞാൻ അവളെ ശക്തിപ്പെടുത്തും. അതേ ദൈവമക്കളെ, കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം അവൻ അറിയുന്നു. നമുക്ക് തോന്നും ഈ സമയത്ത് കർത്താവ് പോലും കൈവിട്ടോ, ആരുമില്ലാത്ത അവസ്ഥ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ. പക്ഷേ വചനത്തിലൂടെ പരിശുദ്ധാത്മ പറയാ, ഇവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം നിശബ്ദമായി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ ഈ വിധം നിൽക്കുവാൻ കർത്താവ് സഹായിച്ചുവെങ്കിൽ അതിന് പ്രധാന കാരണം എന്റെ ആ 3 വർഷത്തെ പ്രത്യേകമായൊരു മരുഭൂമി അനുഭവം. നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ മരുഭൂമി മാറിയൊരു അനുഭവമില്ല. മരണം വരെ, നിത്യതയിലേക്ക് നമ്മൾ എടുക്കപ്പെടുന്നത് വരെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും സഹനങ്ങളും ഉണ്ട്. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ മർമ്മമാണ്. നമ്മളിത് മനസ്സിലാക്കണം. ഇതില്ലാതെ പ്രിയമുള്ളവരെ വിശ്വാസ ജീവിതമില്ല. കർത്താവിനോട് കൂടെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, കഷ്ടതകൾ ഉണ്ടാകും, പക്ഷെ അസ്വസ്ഥരാകേണ്ട, ഞാൻ ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അഭിഷേകത്തിൽ വളരുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നിറയപ്പെടുവാൻ, ക്രിസ്തുവിന്റെ പക്വതയിലേക്ക് വളരുവാൻ, ഈ ലോകത്തിൽ തന്നെ യഥാർത്ഥ ആത്മീയ മനുഷ്യരായി നമ്മൾ രൂപാന്തരപ്പെടുവാൻ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗം അനുവദിക്കുന്ന ഈ മരുഭൂമി അനുഭവങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറ, സ്തോത്രം പറ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 20-21 വചനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. പ്രിയ സഹോദര സഹോദരി, ആത്മീയ ജീവിതത്തിൽ, അതേ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നത് നമ്മൾ പക്വതയിലേക്ക് വളരുവാനാ, നമ്മൾ ആത്മാവിൽ ശക്തി പ്രാപിക്കുവാനാ. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത്, ഓ താങ്ക് യു ലോർഡ്. നമുക്കൊന്നു ചേർന്ന ഈരടികളേറ്റ് പാടാം. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനം രാജാവൻ കൂട്ടാളിയായ, എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടും, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ദൈവാത്മാ പറയുകയാണ്, ദൈവം തന്റെ ജനത്തെ ചെങ്കടലിന് മുൻപിലേക്ക് നയിച്ചു, ചെങ്കടലിലേക്ക് നയിച്ചു. അപ്പൊ ആരാ ദൈവജനത്തെ ചെങ്കടലിലേക്ക് നയിച്ചു? ദൈവം തന്നെയാ. ദൈവം തന്നെ. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും തന്റെ ജനം യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ വേണ്ടി. പ്രിയ ദൈവമക്കളെ, ഈ ആത്മീയ രഹസ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന തകർച്ചകളെ ഓർത്ത്, ദുരിതങ്ങളെ ഓർത്ത്, കഷ്ടതകളെ ഓർത്ത്, വിട്ടുമാറാത്ത സഹനങ്ങളെ ഓർത്ത് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. ഇതെല്ലാം നമ്മൾ ആത്മീയമായി ബലപ്പെടുത്തുവാനും നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പക്വതയിലേക്ക് നയിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നതാ. എന്നാൽ ഈ മരുഭൂമിയുടെ മധ്യേ കർത്താവ് നമുക്ക് കൂട്ടിനുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാം. അതിനായി നമുക്ക് അനേകരെ പ്രോത്സാഹിപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കാം, ഈ തലമുറയെ നമുക്ക് അതിനായി നേടാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
പരമപരിശുദ്ധനായ ദൈവം ഓസ്തിരൂപനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. വലിയ വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവ് ഇതാ നമ്മുടെ മധ്യേ തിരുവോസ്തിരൂപനായി എഴുന്നള്ളി വന്നിരിക്കുന്നു. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ. ദാഹാർത്തരായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എന്റെ കുടുംബത്തെ നിറയ്ക്കണമേ, എന്റെ തലമുറകൾ അഭിഷേകം ചെയ്യണമേ, എന്റെ സമൂഹത്തെ ശക്തീകരിക്കണമേ. ഈ ഒരു ആഗ്രഹത്തോടെ ദൈവമക്കളെ നമുക്ക് സ്വരമുയർത്തി പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും ഈശോയുടെ മുൻപിൽ യാചനാപൂർവം തുറന്നു പിടിച്ച് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൂരിതരാക്കണമേ. നമ്മുടെ കുഞ്ഞുമക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. നമ്മുടെ യുവജനങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. എല്ലാ ദമ്പതികളിലേക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കവിഞ്ഞൊഴുകട്ടെ. ഈ ഒരു ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഇതാ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുകയാ. സ്വർഗം തുറക്കപ്പെടുകയാ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേ. ഇരു കരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കരമുയർത്തി സ്വരമുയർത്തി ആത്മാവിനെ വിളിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്ച്ച കർത്താവേ, പിന്മഴ പെയ്യിക്കണമേ. പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്ച്ച കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തുതി. ഈ അഭിഷേകത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ദൈവമക്കളും ഈ അഭിഷേകത്തെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്, നമ്മെ അഭിഷേകിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാഹിക്കുന്ന ജീവിതങ്ങളെ കർത്താവെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, നിറയ്ക്കണമേ. ലോർഡ് ഫിൽ, ഫിൽ, ഫിൽ ലോർഡ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ചലിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ.